ഹലോ ഹായ്, ഇന്നൊരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് അതിൽ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്തെടുക്കാം. ഒന്ന് പുരട്ടി വയ്ക്കണം. അപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മസാല പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നല്ലപോലെ കൈകൊണ്ട് ഒന്ന് തിരുമ്മി ഒരു 10-20 മിനിറ്റ് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനിയിപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുഴുവൻ മല്ലിയാണ് കേട്ടോ, അതൊരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് അടുത്ത സംഭവങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുമല്ലിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു ഇടികല്ലിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിക്കേണ്ട, ഒരു തരിതരിപ്പോടുകൂടി. പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പെരുംജീരകം, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ചതച്ചെടുത്ത് വയ്ക്കാം. ഇനിയിപ്പോൾ അതേ കടായിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒഴിച്ചെടുക്കാം. ഇപ്പോൾ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഇതുപോലെ കട്ടയായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് അധികം വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും ചതച്ചെടുത്തതാണ് അതോട് ചേർത്തെടുക്കാം. പിന്നെ 5-6 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വരണം. അപ്പോൾ ഇതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല. നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഇലയോ മൂടലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഇല ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഒരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഇല അടച്ച് വെച്ചത്. എന്നിട്ടൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മസാല പൗഡർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 വലിയ സവാള നന്നായിട്ട് നൈസാക്കി അരിഞ്ഞിട്ട് കൈ കൊണ്ട് ഒന്ന് തിരുമ്മി എടുത്തതാണ്. അതും കൂടി ഇതിൻ്റെ മേളിൽ വെച്ച് വിടർത്തിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെയും ഇല വെച്ച് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇല വെച്ച് അടച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇല വെച്ചോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 10-15 മിനിറ്റ് മതി. അപ്പോഴത്തേന് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാകും. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലപോലെ പെരണ്ടാണ് കേട്ടോ ഈ കറി ഇരിക്കുന്നത്, ഒട്ടും ഗ്രേവി ഇല്ലാതെ. ഗ്രേവി വേണ്ടവർക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതേ രീതിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.